എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയ സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിനായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ എത്ര പൈസ വേണം? അത് ഓർഡിനറി ആയാലും എമർജൻസി ആയാലും നിരവധി വിദ്യാർത്ഥികൾ കമന്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡ് ഇന്നലെ മുതൽ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷാഫലം മെയ് മാസം 13 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു. ശേഷം അതിൻ്റെ കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡ് 6 സെമസ്റ്ററിലും വിജയിച്ച വിദ്യാർത്ഥികളുടെ കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡിൻ്റെ സോഫ്റ്റ്വെയർ കോപ്പി വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിനായിട്ട് അപ്ലൈ ചെയ്യാമെന്ന്. അപ്പോൾ പല വിദ്യാർത്ഥികളും കൂടുതലായി കമൻ്റ് അയച്ച് ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്, ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിനായിട്ട് അപ്ലൈ ചെയ്യാൻ എത്ര പൈസ വേണ്ടി വരുമെന്ന്. ഇപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാം. നിങ്ങൾ ഓർഡിനറി ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 595 രൂപയാണ് നിങ്ങൾക്ക് വരുന്നത്. ഓർഡിനറി ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ 595 രൂപയാണ്. 5 to 6 months 5 to 6 മാസം വരെ ഇതിനായി എടുക്കും. 595 രൂപയാണ് ഓർഡിനറി ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടത്. എന്നാൽ എമർജൻസി ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ 1095 രൂപ. എമർജൻസി ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 3 മാസം കൊണ്ടൊക്കെ മാത്രമേ എമർജൻസിയും കിട്ടുകയുള്ളൂ. എമർജൻസി ഒരു 3 മാസം കൊണ്ടൊക്കെ ലഭിക്കും. 1095 രൂപയാണ് എമർജൻസി ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ 1095 രൂപയാണ് ഒരു വിദ്യാർത്ഥി അടയ്ക്കേണ്ടത്. എന്നാൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളിപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ വൈകിക്കഴിഞ്ഞാൽ 6 മാസമൊക്കെ വൈകിക്കഴിഞ്ഞാൽ ഫൈൻ അടയ്ക്കേണ്ടി വരുമെന്ന്. അപ്പോൾ ഒരു വർഷം മുമ്പേ കഴിഞ്ഞ വർഷമൊക്കെ പാസ്സായ വിദ്യാർത്ഥിയാണ്, ഇതുവരെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഓർഡിനറി ആയിട്ട് അപ്ലൈ ചെയ്യാൻ 795. സാധാരണ ഈ വർഷം പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഓർഡിനറി ആയിട്ട് അപ്ലൈ ചെയ്യാൻ 595 ആണെങ്കിൽ ഒരു വർഷം മുന്നേ കഴിഞ്ഞ വർഷമൊക്കെ ഡിഗ്രി പാസ്സാകുകയും ഇതുവരെ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 795 എമർജൻസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ 1295. എമർജൻസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ ഇതിങ്ങനെ വരുന്നതിന് കാരണം ഇത് ഫൈനാണ്. ഇപ്പോൾ ഓർഡിനറി ആയിട്ട് അപ്ലൈ ചെയ്യാൻ 595 ആണെങ്കിൽ നിങ്ങൾ ഒരു വർഷം മുന്നേ എന്ത് ചെയ്തവരാണ്, ഒരു വർഷം മുന്നേ 2024 ഡിഗ്രി കഴിഞ്ഞു 2025 അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഓർഡിനറിക്കുള്ള ഫൈനാണ് 200 രൂപ അധികം വരുന്നത്. അതുപോലെ തന്നെ എമർജൻസി ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ 1095 എന്ത് ഈ വർഷം അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ, അതായത് ഈ വർഷം പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക്. എന്നാൽ കഴിഞ്ഞ വർഷം പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് എമർജൻസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ 1295. എന്തായാലും കൂടുതലായിട്ട് നമ്മളോട് ചോദിച്ചത് ഇപ്പോൾ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവർക്ക് ഓർഡിനറി ആയിട്ട് അപ്ലൈ ചെയ്യാൻ 595, എമർജൻസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ 1095 രൂപയുമാണ്. 1095. എന്തായാലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ പുതിയ കാണുന്നവരെ, മൈ നെയിം ഈസ് കരീത, ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.